ദഫ്മുട്ടിൽ ആർക്കും അവകാശപ്പെടാത്ത നേട്ടം കൈവരിച്ച ഒരു സംഘമുണ്ട്. കാസർഗോഡ് നിന്നെത്തിയ മിടുക്കരാണ് ഈ അഭിമാന നേട്ടം കൈവരിച്ചത്. ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പ്രകടനം കണ്ടതിന് ശേഷം വിശേഷങ്ങൾ അവർ തന്നെ പറയും. സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡ് നിന്ന് വന്ന മിടുക്കന്മാരാണിവർ. വടക്കുംനാഥന്റെ മണ്ണിൽ ചെണ്ടയും കൊമ്പുവിളികളും മാത്രമുള്ള ഈ നാട്ടിൽ, ഈ മണ്ണിൽ ഈ ദഫിന്റെ താളം കൂടി മുറുകുകയാണ്. ഇപ്പോൾ മാഷ് നമ്മളോടൊപ്പം ചേരുന്നു. ഈ ടീമിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താണെന്ന് മാഷ് തന്നെ പറയാം. എന്താണ് ഈ ടീമിന്റെ ഒരു പ്രത്യേകത? നമ്മൾ കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് ഈ സ്റ്റേറ്റ് കലാമേളയിൽ ദഫ്മുട്ടിൽ പങ്കെടുക്കുന്നത്. കാസർഗോഡ് CJHSS ചെമ്മനാടിലെ വിദ്യാർത്ഥികളാണ്. തുടർച്ചയായി 12ാമത്തെ വർഷമാണ് നമ്മൾ കാസർഗോഡ് ജില്ലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസ്ഥാന തലത്തിൽ ദഫ്മുട്ടിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മിടുക്കന്മാരായ ഒരു വിദ്യാർത്ഥികളാണിത്. തുടർച്ചയായിട്ട് 12ാമത്തെ വർഷവും കാസർഗോഡ് ജില്ലയിൽ നിന്ന് CJHSS ചെമ്മനാട് തന്നെയാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ദഫ്മുട്ടിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ. ഒരു 12 വർഷം എന്ന് പറയുന്നത് ഒരു വലിയ കാലഘട്ടമാണല്ലോ. ഈ 12 വർഷവും എങ്ങനെയാണ് ഈ തുടർച്ചയായിട്ടുള്ള ഈ വിജയം ആവർത്തിക്കാൻ ഈ ദഫ്മുട്ട് പോലെ വളരെ ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു മേഖലയിൽ സാധിക്കുന്നത് എങ്ങനെയാണ്? ചിട്ടയായ പരിശീലനവും നമ്മുടെ ദാവൂദ് കണ്ണൂർ എന്ന് പറയുന്ന ഒരു പരിശീലകന്റെ തുടർച്ചയായിട്ടുള്ള അദ്ദേഹം തന്നെയാണ് നമ്മൾ പരിശീലിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ചിട്ടയായ പരിശീലനം നമ്മുടെ സ്കൂളിന്റെ മാനേജ്മെന്റിന്റെയും PTA ഒക്കെ അകമഴിഞ്ഞ സപ്പോർട്ടും വിദ്യാർത്ഥികളുടെ പരിശീലനം കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ നേട്ടത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുള്ളത്. അധ്യാപകൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടികളുടെ ചിട്ടയായ പരിശീലനം മാത്രമല്ല, 12 വർഷക്കാലം എന്ന് പറയുന്ന ഒരു ചെറിയ കാലയളവല്ല. ആ കാലയളവിലെല്ലാം നിസ്വാർത്ഥമായി ഇവർ പരിശീലനം നടത്തി. അതിന്റെ ഒരു ഫലമാണ് ഇപ്പോൾ ഈ കലോത്സവ നഗരിയിൽ വടക്കുനാഥന്റെ മണ്ണിലെത്താൻ സാധിച്ചിട്ടുള്ളത്. ഈ വടക്കുനാഥന്റെ മണ്ണിൽ നിൽക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ഈ വടക്കുനാഥന്റെ മണ്ണിന്റെ പ്രത്യേകത എന്നറിയോ? ഇല്ല. പൂരങ്ങളുടെ ഒരു മണ്ണാണ് തൃശ്ശൂർ പൂരം. ഇവിടെ സാധാരണയായി ചെണ്ടകളും കൊള്ളും മേളങ്ങളും ഒക്കെയാണുള്ളത്. ദഫുമായിട്ട് നിൽക്കുന്ന സമയത്ത് നല്ല പ്രൗഡുണ്ട്. അപ്പോൾ 12th ഇയറാണ് നമ്മളെ സ്കൂൾ വരുന്നത്. അപ്പോൾ ഞാൻ 3rd 3ാമത്തെ വരെ കളിക്കുന്നത്. തുടർച്ചയായി വരുന്നതിന് നല്ല ഇതിന് സന്തോഷമുണ്ട്. സ്റ്റേറ്റിൽ തുടർച്ചയായിട്ട് 12 വർഷങ്ങളിൽ പലപ്പോഴും വരാൻ സാധിച്ചിട്ടുണ്ടല്ലേ? 3 പ്രാവശ്യം വന്നു. ഇത് 3ാമത്തെ തവണ. അടുത്ത വർഷം കലോത്സവം ഇല്ല എന്നൊരു സങ്കടം കൂടിയുണ്ടല്ലേ? അടുത്ത വർഷം ഹയർ സെക്കൻഡറി പോകും. അവിടെ നിന്ന് സീറ്റ് കിട്ടിയെങ്കിൽ ഉണ്ടാവും. അതെ, ഇവർക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്.